ജനാധിപത്യം ഡിജിറ്റൽ യുഗത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ വോട്ട് കച്ചവടവും ഇനി വെറും ഒറ്റ ക്ലിക്ക് ദൂരത്താണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നേമമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന ശിവൻകുട്ടി ഉന്നയിച്ച ആ ഗൗരവകരമായ ആരോപണം കേട്ടാൽ ഏതൊരു സാധാ വോട്ടറും അന്തം വിട്ടുപോകും. BJP വോട്ട് വാങ്ങിയത് പണം കൊടുത്താണത്രേ. പക്ഷേ പണ്ട് നടന്നതുപോലെ കവറിലാക്കി കൊടുക്കുന്ന പഴയ പരിപാടിയല്ല ഇത്. ബംഗളൂരുവിൽ നിന്നുള്ള ഹൈടെക് IT സംഘം നേരിട്ടെത്തിയാണ് ഈ ഓപ്പറേഷൻ നിയന്ത്രിച്ചതെന്നാണ് വിവരം. അതായത് വോട്ടിടാൻ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കീബോർഡും ടച്ചിങ്ങും ഡാറ്റ അനലിസിസും IT വിദഗ്ധർ ബൂത്തുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ വോട്ടർമാരുടെ ID കാർഡുകൾ കേവലം തിരിച്ചറിയൽ രേഖകൾ അല്ലാതെയായി മാറി. പകരം അതൊരു ഡിജിറ്റൽ വാലറ്റായി രൂപാന്തരപ്പെട്ടു. ഒരു ബൂത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 50 വോട്ടർമാർക്ക് വീതം 2000 രൂപ കൃത്യമായി ഗൂഗിൾ പേ വഴി അക്കൗണ്ടിൽ എത്തിയെന്നാണ് ആരോപണം. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പായസത്തിന് പകരം ക്യാഷ് ബാക്ക് ലഭിച്ച ആ വോട്ടർമാരുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ ക്ലിക്കിലും ജനാധിപത്യം പുളകം കൊള്ളുമ്പോൾ ഗൂഗിൾ പേയുടെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഓരോ വോട്ടറുടെയും കാതിൽ സംഗീതം പോലെ മുഴങ്ങിയിട്ടുണ്ടാകണം. ഈ വിദ്യ കണ്ടുപിടിച്ച IT ബുദ്ധിജീവികൾക്ക് സിലിക്കൺ വാലിയിൽ വരെ പ്രതിമ വെക്കേണ്ടതാണ്. ഇതിനിടയിൽ കോൺഗ്രസ് വോട്ടുകളുടെ കാര്യമാണ് ഏറെ കൗതുകകരം. സ്ഥാനാർത്ഥി പോലും അറിയാതെ വോട്ടുകൾ വഴിമാറി ഒഴുകി BJP പെട്ടിയിൽ എത്തിയത്രേ. ഇത് രാഷ്ട്രീയത്തിലെ ഒരുതരം മാജിക് തന്നെയല്ലേ? കോൺഗ്രസ് വോട്ടുകൾ അദൃശ്യമായ ടണലിലൂടെ താമരക്കുളത്തിലേക്ക് ചാടുമ്പോൾ കൈപ്പത്തി പോലും അറിയാതെ പോയത് എന്തൊരു കഷ്ടമാണ്. IT സംഘത്തിന്റെ പക്കൽ ഇതിനായി പ്രത്യേക റൂട്ട് മാപ്പുകൾ ഉണ്ടായിരുന്നിരിക്കണം. സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു നടക്കുമ്പോൾ അണിയറയിൽ ഈ ഹൈടെക് സംഘം വോട്ടുകളെ റീഡയറക്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇത്രയും ഭീകരമായ സാങ്കേതിക വിദ്യ കൈവശമുള്ളവർ വിചാരിച്ചാൽ ഇനി വോട്ടർമാർ ബൂത്തിൽ പോകാതെ തന്നെ ഫലം നിശ്ചയിക്കാമെന്ന് തോന്നുന്നു. ചുരുക്കത്തിൽ വോട്ടിന് 2000 എന്ന റേറ്റ് നിശ്ചയിച്ചതോടെ നേമത്തെ തിരഞ്ഞെടുപ്പ് ഒരു ആഗോള IT ഉച്ചകോടിയായി മാറി. ID കാർഡുമായി വരുന്നവർക്ക് പണം കൈമാറിയ രീതി കണ്ടാൽ വോളർമാർട്ടിലെ സെയിലാണോ എന്ന് പോലും സംശയിച്ചു പോകും. ശിവൻകുട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വിപണന തന്ത്രത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികയ്ക്ക് പകരം ഗൂഗിൾ പേ ലിങ്കുകൾ നൽകിയാലും അതിശയിക്കാനില്ല. IT പിള്ളേര് ഭരിച്ച നേമത്തെ ഈ വിചിത്ര തിരഞ്ഞെടുപ്പ് പുരാണം ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുക തന്നെ ചെയ്യും.